ഇത് മനിശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകളായ നികിത ബ്രഹ്മദത്തൻ. നികിത ഒരു വേദനിക്കുന്ന കോടീശ്വരി കൂടിയാണ്. ഇവരുടെ വേദന എന്താണെന്ന് വെച്ചാൽ നികിതയുടെ തറവാട്ടിൽ ഇപ്പോൾ ആണവകാശികളായി ആരും തന്നെയില്ല. കോടികൾ വരുന്ന സ്വത്തിന്റെ ഏക അവകാശി നികിത മാത്രമാണ്. അങ്ങനെയാണ് തന്റെ സ്വത്തുക്കൾ വീതം വയ്ക്കാനായി ഒരു നമ്പൂതിരിപ്പാടിനെ ദത്തെടുക്കാനായി നികിത തയ്യാറാകുന്നത്. പാലക്കാടുള്ള കാവിൽപ്പാട്ട് നാഗേക്ഷിക്കാവിലെ സ്ഥിരം സന്ദർശകയായിരുന്നു നികിത. അവിടെ എത്തി വഴിപാടായും സംഭാവനയായും ഒക്കെ ലക്ഷങ്ങളാണ് നികിത കൊടുക്കാറുള്ളത്. അങ്ങനെയിരിക്കെ അവിടെയുള്ള ഒരു പൂജാരിയുമായി നികിത സൗഹൃദത്തിലാവുകയും താങ്കളെ ദത്തെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തോട് അറിയിക്കുകയുമായിരുന്നു. യുവാവ് ഇതിന് സമ്മതം അറിയിച്ചതോടെ ഇക്കാര്യം ഒരു മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു. അങ്ങനെ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായി. നികിത പലപ്പോഴും സംസാരിക്കാനായും സൗഹൃദം പങ്കിടാനായുമൊക്കെയായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കുമൊക്കെ യുവാവിനെ ഇടയ്ക്കിടെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് താൻ എറണാകുളത്ത് ഒരു പുതിയ ആശുപത്രി തുടങ്ങുന്നുണ്ടെന്നും അതിൽ പാർട്ട്ണറാവാൻ താല്പര്യമുണ്ടോ എന്നും ഈ യുവാവിനോട് നികിത ചോദിക്കുന്നത്. യുവാവ് അതിനും താല്പര്യം അറിയിച്ചതോടെ പല തവണകളായി 68 ലക്ഷം രൂപ നികിത അയാളിൽ നിന്നും വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇത്രയും പണം കൊടുത്തിട്ടും കാര്യങ്ങളൊന്നും നടക്കാതെ വന്നതോടെയാണ് യുവാവിന് ചില സംശയങ്ങൾ തോന്നുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നികിത ബ്രഹ്മദത്തന്റെ യഥാർത്ഥ മുഖം പുറത്തുവരുന്നത്. യുവാവിന്റെ കയ്യിൽ നിന്നും വെറും പണം തട്ടിയെടുക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഈ നികിത ബ്രഹ്മദത്തനും അതുപോലെ തന്നെ ഡോക്ടറുടെ വേഷവുമൊക്കെ. യഥാർത്ഥത്തിൽ നികിത ആരാണെന്നറിഞ്ഞ പോലീസും യുവാവുമൊക്കെ ഞെട്ടിത്തരിച്ചുപോയി. വെറും 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച മണ്ണാർക്കാട് സ്വദേശിനിയായ മുബീന മുഹമ്മദ് എന്ന യുവതിയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടെയാണ് ശതകോടീശ്വരിയായ മനിശ്ശേരി മനയിലെ ഡോക്ടർ നികിത ബ്രഹ്മദത്തന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്. കോട്ടും സൂട്ടുമിട്ട് അനുചരന്മാർക്കൊപ്പം വന്നാണ് തന്മയത്വത്തോടെ യുവാവിനെ പല കള്ളക്കഥകളും പറഞ്ഞ മുബീന കുടുക്കിയത്. അതുമാത്രമല്ല, മുബീനയുടെ വലയിൽ ഇത്തരത്തിൽ വീണിട്ടുള്ളത് നിരവധി പേരാണെന്നും പോലീസ് കണ്ടെത്തി. കൂടാതെ ഇവർക്ക് പിന്നിൽ വൻ അധോലോക സംഘമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തനിക്ക് ഒരു തരത്തിലുള്ള സംശയവും ഇതുവരെയും തോന്നിയിരുന്നില്ല എന്നാണ് തട്ടിപ്പിനിരയായ യുവാവ് പോലീസിനോട് പറഞ്ഞത്. കാരണം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോൾ അവർ സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് രോഗികൾക്കിടയിലൂടെ നടക്കുന്നതും മോർച്ചറിയുടെ സമീപത്തടക്കം നടന്ന് അവിടുത്തെ കാര്യങ്ങളടക്കം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതായും യുവാവ് പറയുന്നു. ഇത് വിശ്വസിപ്പിക്കാനായി അവിടെ നിരവധി സഹായികളും ഇവർക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പരിചയപ്പെടുന്ന ആരോടും ഒരു മടിയുമില്ലാതെ പണം ചോദിച്ചു വാങ്ങുന്ന ഇവർ ആദ്യം ഈ പണം തിരിച്ചു നൽകുകയും അടുത്ത തവണ കൂടുതൽ പണം വാങ്ങിച്ച് തിരികെ നൽകാതെ മുങ്ങുകയും ചെയ്യുന്നതാണ് പതിവ്. അടുത്തിടെ തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെയും പതിവ് സന്ദർശകയായിരുന്നു മുബീന. അവിടെയും നികിത ബ്രഹ്മദത്തൻ എന്ന പേര് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പാലഭിഷേകവും നെയ്യഭിഷേകവും ഉത്സവത്തിനായി ആനയെ വരെ അവിടെ മുബീന സ്പോൺസർ ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വിവിധ ജില്ലകളിൽ പല പേരുകളിൽ പല സ്ഥലത്തും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇവർ. ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ടൗൺ നോർത്ത് എന്നീ സ്റ്റേഷനുകളിൽ യുവതിയുടെ പേരിൽ നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂജാരിയിൽ നിന്നും പണം തട്ടിയ കേസിൽ യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന 2ാം പ്രതി അമ്പലപ്പുഴ നീർക്കുന്ന ശ്യാം നിവാസിൽ ശ്യാം സന്തോഷ് അടക്കം 8 പേരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ ശ്യാമിന്റെ മൊബൈലിൽ നിന്നുമാണ് മുബീനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്.